ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നടൻ ജയറാമിനെ ചോദ്യം ചെയ്ത് ഇഡി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്നതിൽ വ്യക്തത വരുത്താനായിരുന്നു ചോദ്യം ചെയ്യൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പിനെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്ന് ജയറാം മൊഴി നൽകി. മൊഴി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കാനാണ് ഇഡിയുടെ തീരുമാനം. ഇന്ന് രാവിലെ 11 മണിയോടെ കൊച്ചി ഓഫീസിൽ ഹാജരായ നടൻ ജയറാമിനെ 3 മണിക്കൂറോളമാണ് ഇഡി ചോദ്യം ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്നതിൽ വ്യക്തത വരുത്തുകയായിരുന്നു ഇഡിയുടെ ഉദ്ദേശം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നല്ല ബന്ധത്തിലായിരുന്നുവെന്നും എന്നാൽ സാമ്പത്തിക ഇടപാടുകൾ ഇല്ലെന്നുമാണ് ജയറാം മൊഴി നൽകിയത്. ശബരിമലയിലെ വിശ്വാസി എന്ന നിലയിലാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. ദ്വാരപാലക പാളികൾ ചെന്നൈയിലെ വീട്ടിലെത്തിച്ച് പൂജ നടത്തിയപ്പോൾ 100 രൂപ ദക്ഷിണ നൽകിയതൊഴിച്ചാൽ മറ്റിടപാടുകളില്ല. വീണ്ടും വരാൻ പറഞ്ഞിട്ടുണ്ടോ? വീണ്ടും എന്തെങ്കിലും ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ടോ? നേരത്തെ ശബരിമലയിൽ നിന്ന് അറ്റകുറ്റപ്പണിക്കുന്ന പേരിൽ സ്വർണ്ണപ്പാളികൾ വിവിധയിടങ്ങളിലേക്ക് എത്തിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി പണപ്പിരിവ് നടത്തിയിരുന്നു. ആ സമയത്ത് 3 ഇടങ്ങളിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ജയറാം ഉണ്ടായിരുന്നത്. അതിനിടെ ഇടനിലക്കാരൻ കൽപേഷും ചോദ്യം ചെയ്യലിനായി ഇഡിക്ക് മുന്നിൽ ഹാജരായിട്ടുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് വേർതിരിച്ച സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന് കൈമാറിയത് കൽപേഷ് വഴിയാണ്. കൽപേഷിനെ നേരത്തെ SIT ചോദ്യം ചെയ്തിരുന്നെങ്കിലും പ്രതി ചേർത്തിട്ടില്ല. റിപ്പോർട്ടർ, കൊച്ചി.